എല്ലാവർക്കും കുക്ക്ടൈൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ്, ചക്കപ്പഴം പൊരി. അപ്പം ഞാൻ ചക്കയുടെ ചോള ഒക്കെ കുരുവെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് രണ്ടായിട്ട് മുറിക്കുകയാണ് കേട്ടോ. ഒരുപാട് കനം കുറച്ച് മുറിക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ മൈദ അല്ലാട്ടോ എടുത്തിരിക്കുന്നത്, ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഹെൽത്തി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കണത്. ഇനി 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് 2 നുള്ളു ജീരകം. ഇത് നിർബന്ധമില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്. മാത്രമല്ല നമ്മുടെ വയറിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി 4 ഏലക്കായ. ഇത് രണ്ടും കൂടി, ജീരകവും ഏലക്കായും കൂടി നമ്മൾ ആ ഇടിക്കുന്ന ചതയ്ക്കുന്ന കല്ലില്ലേ, അതിൽ നന്നായി പൊടിച്ചിട്ട് ചേർക്കുകയാണ്. ഞാൻ എപ്പോഴും ഏലക്കായുടെ തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ 2 നുള്ളു ചുക്കിൻ്റെ പൊടി കൂടി ചേർത്താൽ നല്ലതാണ്. ചക്കയ്ക്ക് മരുന്ന് ചുക്ക് എന്നല്ലേ പറയാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല, ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രമാണ്. നല്ല ഫ്രഷായിട്ട് ചോള എടുത്ത ചക്കയാണ് ഈ പൊരി ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. ഒരുപാട് നേരം ചോള മാറ്റി വെച്ച് വെള്ളം ഊറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ നന്നാവില്ല. പിന്നെ പഴച്ചക്ക ഇങ്ങനെ ഉണ്ടാക്കാൻ കൊള്ളില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെ പഴച്ചക്ക എന്നാണ് പറയുക. ഇനി മറ്റുള്ള സ്ഥലത്ത് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ദോശമാവ് ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുകയാണ്. ഞാൻ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇനി ചേർക്കണവർക്ക് ചേർക്കാം, പക്ഷേ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി വീർത്ത് തന്നെ ഈ ഒരു പൊരി ഇരിക്കുക. ഏകദേശം 1/4 കപ്പ് വെള്ളം എനിക്ക് ചേർക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ലേശം മധുരം കുറവുണ്ട്. അപ്പം ഞാനൊരു 2 ടീസ്പൂൺ കൂടി പഞ്ചസാര ചേർക്കുകയാണ്. അപ്പോൾ ആകെ മൊത്തം 3 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചക്കയുടെ മധുരത്തിനനുസരിച്ച് മാത്രം ചേർക്കുക കേട്ടോ. നല്ല മധുരമുള്ള ചക്കയ്ക്ക് 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പിന്നെ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പൊരി നല്ല ചുമന്ന് മുരിഞ്ഞിരിക്കും. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കണം. ഞാൻ കുറച്ച് പീസസ് ഇതുപോലെ മാവിലിട്ടിട്ട് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാവണം. ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ മാവ് കുറച്ച് എണ്ണയിലിട്ട് നോക്കുക. അപ്പോൾ അത് താഴേന്ന് പൊന്തി മുകളിലോട്ട് വന്നു എങ്കിൽ നമ്മുടെ എണ്ണ നന്നായി ചൂടായി എന്നാണ് അർത്ഥം. ഇത് എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഏകദേശം 4-5 മിനിറ്റോളം എടുക്കും നന്നായി മുരിഞ്ഞ് വരാനായിട്ട്. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ചെറിയൊരു ചുവന്ന നിറമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് 2 സൈഡും നല്ല ഗോൾഡൻ റെഡ് അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്ത് മാറ്റണം കേട്ടോ. ഇത് കഴിക്കാനായിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതാ കണ്ടോ, നല്ല ചുവന്ന നിറം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തന്നെ. ടേസ്റ്റിൻ്റെ കാര്യം പറയേ വേണ്ട.
അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്യുക. ഞാൻ ഒരുപാട് പേര് പറയണ കേട്ടിട്ടുണ്ട്, ചക്കയുണ്ട് എന്താ ചെയ്യുക, ലോക്ക്ഡൗൺ ആണ്, കൊടുക്കാനോ കൊണ്ടുവരാനോ ഒന്നും പറ്റണില്ല, വെറുതെ കളയുകയാണെന്നൊക്കെ. പക്ഷേ ദയവ് ചെയ്ത് കളയരുത്, ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. ബേക്കറി ഐറ്റംസ് കൊടുക്കണേക്കാട്ടിൽ എത്രയോ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഞാനിത് എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് അടുത്ത ബാച്ച് കൂടി ഇതുപോലെ പൊരിച്ചെടുക്കാം. ചിലരൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടാവും വീടുകളിൽ, പക്ഷെ ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഗോതമ്പ് പൊടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും മിക്കവാറും ഉണ്ടാവുമല്ലോ. ഇതാ അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് കോരി മാറ്റുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചക്കപ്പഴം പൊരി? അടിപൊളിയാണ്, കാണാനും ഭംഗിയുണ്ട്, ടേസ്റ്റും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.